ഞാനും എൻ്റെ മോളും കൂടെ ഉള്ള വീഡിയോയിൽ വന്നിട്ട് അശ്ലീലം പറഞ്ഞവനെ ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന പലരും അവന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ചെക്കൻ പേടിച്ച് തൂറിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ ഇടയിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് അവൻ എൻ്റെ അടുത്ത് സോറി പറഞ്ഞു കേട്ടോ. ജൂലി, അവൻ എൻ്റെ അടുത്ത് സോറി പറഞ്ഞു കേട്ടോ. എന്നാന്ന് വെച്ചാൽ അവൻ എൻ്റെ വൈഫാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് കമൻ്റ് ഇട്ടേന്ന്. അപ്പോൾ വൈഫാണെങ്കിലും അവൻ അങ്ങനെ പറയാമെന്നാണ് അവൻ്റെ ധാരണ. അത് വളരെ തെറ്റായിട്ടാണെന്നുള്ളത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ്, അപ്പോൾ എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. അപ്പോൾ അവന് എനിക്ക് എന്നെ കാണണ്ട. അവൻ പേടിച്ചു, ശരിക്കും പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു കണ്ടേ പറ്റുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ പോലീസ് വന്ന് നിന്നെ കണ്ടോളും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ആളുടെ അനക്കമില്ല. ആള് ആ ഒരു ഫേക്ക് ഐ ഡി, അവന് വേറെ റിയൽ ഐ ഡി ഉണ്ടാവും, ആ ഫേക്ക് ഐ ഡി എടുത്ത് തോട്ടി കളഞ്ഞിട്ട് സ്പോട്ടിൽ ഓടി കളഞ്ഞെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രേ ഉള്ളൂ. ഈ മുഖവും കുന്തവും കടച്ചക്കറവും ഒന്നും ഇല്ലാതെ എവിടെങ്കിലും വന്നിരുന്ന് കുരയ്ക്കുന്നത്, ഇതുപോലെ കുരയ്ക്കുന്ന ചില നാറികളുണ്ട്. അവന്മാരുടെയൊക്കെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ അവൻ മുഖം വെക്കാത്തത്, കാരണം പേടിയാണ്. ഇത് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഞരമ്പ് രോഗികൾക്കൊരു പാഠമായിരിക്കണം. അതായത് നിനക്കൊക്കെ നേരെ നിന്ന് നട്ടലോടെ നിന്നിട്ട് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഒരാളുടെ വീഡിയോയുടെ അടിയിലോ ഒരാളുടെ മെസ്സേജിലോ പോയിട്ടിരുന്ന് കുണയ്ക്കാവൂ. അല്ലാതെ ചെയ്യാൻ നിൽക്കും.